ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കേരളത്തിന് അഭിമാനമായി മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും. 10ാമത് ദേശീയ ആയുർവേദ ദിനം രാജ്യത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ദിനാചരണ പരിപാടി ഗോവയിൽ കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ ആയുർവേദ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും മേഖലയെ ആധുനികവൽക്കരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പി രാജീവ്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റ് ചരക്ക് കപ്പലിനെ ബർത്ത് ചെയ്ത് റെക്കോർഡ് നേട്ടവുമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യും. ജവാൻ, 12th ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും സമ്മാനിക്കും. റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഉർവശിയും ഏറ്റുവാങ്ങും. ചടങ്ങിൽ നടൻ മോഹൻലാലിന് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. 10ാമത് ദേശീയ ആയുർവേദ ദിനം രാജ്യത്ത് ഇന്ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഗോവയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം ജനങ്ങൾക്ക്, ആയുർവേദം ഗ്രഹത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 2025 ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. 10ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് 14.39 കോടി രൂപയുടെ 12 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ആയുർവേദത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം CGHSലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എം സുന്ദരം ആകാശവാണി വാർത്തകളോട്. ആയുർവേദം കേവലം ചികിത്സാശാസ്ത്രം മാത്രമല്ല, മറിച്ച് ഒരു ജീവനമാണ്. ഇത്തവണ ആയുർവേദ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് മനുഷ്യർക്കും നമ്മുടെ ഗ്രഹമായ ഭൂമിക്കും ഉപകാരപ്രദമായി ആയുർവേദ ശാസ്ത്രത്തെ എങ്ങനെ പ്രയോജനപ്രദമാക്കാം എന്നതാണ്. ഒബീസിറ്റിക്ക് യുക്തമായ ആഹാരം, ആയുർവേദത്തിന്റെ ഡിജിറ്റലൈസേഷൻ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ആയുർവേദ രീതിയിലുള്ള പ്രതിവിധി, ഇവയൊക്കെയാണ് ഇത്തവണത്തെ ആയുർവേദ ദിനത്തിന്റെ ഹൈലൈറ്റ്സ്. ആയുർവേദ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി പാറേമാവ് ആയുർവേദ ആശുപത്രിയിൽ അസ്ഥി സന്ധിരോഗ വിഭാഗത്തിനായുള്ള പ്രത്യേക ക്ലിനിക്കിന്റെയും നവീകരിച്ച നേത്ര ചികിത്സാ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിക്കും. ദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ ആശുപത്രിയിൽ സംഘടിപ്പിക്കും. 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഈ മാസം 27-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. പരിപാടിയോടനുബന്ധിച്ച് ആരോഗ്യദായകമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആയുർ രുചി ഫുഡ് എക്സ്പോ സംഘടിപ്പിക്കും. സ്കൂളുകളിലും പൊതുയിടങ്ങളിലും ഔഷധത്തോട്ടങ്ങൾ ഒരുക്കും. കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും മേഖലയെ ആധുനികവൽക്കരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പി രാജീവ്. കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിദഗ്ധരെയും ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയും സഹകരണ സംഘങ്ങളെയും ഉൾപ്പെടുത്തി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന കയർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കയർ സംഭരിക്കുന്നതോടൊപ്പം വിൽക്കാനുള്ള സാഹചര്യവും ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 500ാമത് കപ്പൽ നങ്കൂരമിട്ടു. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ ചരക്കു കപ്പലാണ് ഇന്ന് ബർത്ത് ചെയ്ത MSC വെറോണ. 2024 ഡിസംബറിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 10 മാസത്തിനുള്ളിലാണ് ഈ ശ്രദ്ധേയമായ നേട്ടമെന്ന് മന്ത്രി VN വാസവൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് പുലർച്ചെയാണ് കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 3 ദിവസം നീണ്ട ഘോഷയാത്രയോടെ പത്മനാഭപുരത്തുനിന്ന് നവരാത്രി വിഗ്രഹങ്ങൾ ഇന്നലെ തലസ്ഥാനത്തെത്തി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. വേളിമല കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലേക്കും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി. 3 ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒക്ടോബർ 2-നാണ് പൂജയെടുപ്പ്.
രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കണ്ണൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ വൈകുന്നേരം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. നവരാത്രിയോടനുബന്ധിച്ച് ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയോജനമാണ് ലഭിക്കുന്നത്. GST പരിഷ്കാരങ്ങൾ പ്രകാരം വിവിധ മേഖലകളിലുടനീളം സർക്കാർ ഗണ്യമായ നികുതി ഇളവുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തുണി വ്യവസായത്തിന് ആശ്വാസം നൽകുന്നതിനായി മനുഷ്യനിർമ്മിത നാരുകളുടെ GST 18% നിന്ന് 5%, മനുഷ്യനിർമ്മിത നൂലുകളുടെ നികുതി 12% നിന്ന് 5% കുറച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ ക്ഷേമ നടപടികൾ, സാമൂഹിക സുരക്ഷ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നിവയിലൂടെ അനൌപചാരിക തൊഴിൽ മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്തിയെന്നതാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. GDPയിൽ ഏകദേശം 45% സംഭാവന നൽകുന്ന അനൌപചാരിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളിയാണ്. സർക്കാർ പദ്ധതികൾ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ശാക്തീകരിച്ചു. PM സ്വനിധി പദ്ധതി വഴിയോര കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധന വായ്പ സുഗമമാക്കി. हमारे देश भर के शहरों में बहुत बड़ी संख्या में रेहड़ी, फुटपाथ पर, ठेले पर लाखों साथी काम करते हैं. ये वो साथी हैं जो स्वाभिमान से मेहनत करके अपने परिवार का पालन पोषण करते हैं. അനൌപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സംരംഭങ്ങൾ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ, വായ്പ, പരിശീലനം എന്നിവ ലഭ്യമാക്കുന്നു. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ ചർച്ചയിൽ രാജ്യത്തെ കൃഷി മേഖല ശക്തിപ്പെടുത്താൻ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് G. ചിത്ര സംസാരിക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8-ന് അബുദാബി ഷെയ്ഖ് സെയ്ദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം നാളെയാണ്. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 256 പോയിന്റ് താഴ്ന്ന് 81,903-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 25,126-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. സ്വർണം ഗ്രാമിന് 115 രൂപ ഉയർന്ന് 10,480 രൂപയും പവന് 920 രൂപ ഉയർന്ന് 83,840 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. ഉപരിപഠനം നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അപേക്ഷകർ ബന്ധപ്പെട്ട യോഗ്യതാ പരീക്ഷയിൽ 55% മാർക്ക് നേടിയിരിക്കണം. അടുത്ത മാസം 22 വരെ അപേക്ഷിക്കാം. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ശ്രവണ പരിമിതരായ ജനങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കുന്നത് സംബന്ധിച്ച അവബോധം വളർത്താനാണ് ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യ ദിനമായി പ്രഖ്യാപിച്ചത്. ദിനാചരണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ വീരേന്ദ്രകുമാറും BL വർമ്മയും പങ്കെടുക്കും. എറണാകുളം ജില്ലയിലെ മുട്ടാർ നദിക്ക് കുറുകെയുള്ള ചേരാനല്ലൂർ ഏലൂർ ചൌക്ക പാലം നിർമ്മാണത്തിന് ഭരണാനുമതിയായി. 27.7 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായ ഏലൂരിൽ നിന്നുള്ള ഒരു എമർജൻസി കണക്ടിവിറ്റി എന്ന നിലയിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പാലമാണിതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ആലപ്പുഴ ചിങ്ങോലി പ്രാഥമിക ആരോഗ്യ OP ബ്ലോക്കിന്റെയും ജനകീയ ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. ആർദ്രം പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ് പുതിയ കെട്ടിടം. പ്രധാന വാർത്തകൾ വീണ്ടും. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കേരളത്തിന് അഭിമാനമായി മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും. 10ാമത് ദേശീയ ആയുർവേദ ദിനം രാജ്യത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ദിനാചരണ പരിപാടി ഗോവയിൽ കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ ആയുർവേദ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും മേഖലയെ ആധുനികവൽക്കരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി P. രാജീവ്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റ് ചരക്കു കപ്പലിന് ബർത്ത് ചെയ്ത റെക്കോർഡ് നേട്ടവുമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.